നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് കേന്ദ്രം. കേരളത്തിലെ ബോണസ് നിർത്താൻ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നീക്കം തള്ളിക്കളയുന്നു. നെൽകർഷകർക്കുള്ള ബോണസ് തുടരും. മന്ത്രി പി പ്രസാദ്. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ED അന്വേഷണം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ സൂക്ഷിക്കുക. ഇനി അടുത്ത സ്റ്റേഷൻ വരെ TT കാത്തിരിക്കില്ല. ചെറിയ അബദ്ധം മതി സീറ്റ് തെറിക്കാൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങണം മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. രാജ്യത്ത് ധാന്യോൽപാദനം ആവശ്യത്തിലധികമായതിനാൽ നെല്ല് സംഭരണത്തിനായി കേരളം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. പകരം പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, ചെറുധാന്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകാനാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ചെലവുകാര്യ സെക്രട്ടറി വിപുൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി A. ജയതിലകൻ അയച്ച കത്തിലെ നിർദ്ദേശം. തീരുമാനം നടപ്പാക്കിയാൽ സംസ്ഥാനത്ത് നെൽ കർഷകർക്ക് കിലോഗ്രാമിന് 6 രൂപയിലേറെ കുറയും. ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച അധിക പ്രോത്സാഹന ബോണസ് വിത്തിടലും ഉൽപ്പാദനവുമൊക്കെ വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കും. നെല്ലും ഗോതമ്പുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ മറ്റു വിളകളേക്കാൾ വെള്ളവും വിളവും വളവും വേണം. അതിനാൽ അവയുടെ അനുപാതരഹിത ഉൽപ്പാദനം ഭൂഗർഭ ജലശോഷണത്തിനും മണ്ണിൻ്റെ പോഷകക്കുറവിനും ജൈവ വൈവിധ്യ നഷ്ടത്തിനും വഴിവെക്കും. പൊതുജനാരോഗ്യത്തിനും കാലാവസ്ഥ പ്രതിരോധത്തിനുമൊക്കെ ഇത് ഗുരുതര ഭീഷണിയാകും. ആവശ്യത്തെക്കാളേറെ നെല്ലും ഗോതമ്പും പൊതുവിതരണത്തിന് ലഭ്യമാണ്. അതേസമയം പയറുവർഗ്ഗങ്ങളുടെയും എണ്ണ കുരുവിൻ്റെയും ഉൽപ്പാദനം കുറവായതിനാൽ വൻതോതിൽ അവ ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന് കേന്ദ്രം കത്തിൽ ചൂണ്ടിക്കാട്ടി. അധിക ബോണസ് നൽകുന്നത് 6 രൂപ 31 പൈസ. നെല്ല് സംഭരണത്തിന് കേന്ദ്രം നൽകുന്നത് 23 രൂപ 69 പൈസയാണ്. 6 രൂപ 31 പൈസയാണ് കേരളം നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ്. 5 രൂപ 20 രൂപയായിരുന്ന ഇത് ഒക്ടോബറിലെ മന്ത്രിസഭാ യോഗത്തിലാണ് കൂട്ടിയത്. കേന്ദ്ര തീരുമാനം പിൻവലിക്കണമെന്ന് LDF പറഞ്ഞു. അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമസ്ത ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ വർഗീയതയെ ചെറുക്കാനാകൂ. എല്ലാ മതത്തിലെയും ന്യൂനപക്ഷ വിഭാഗത്തിലെയും മതനിരപേക്ഷവാദികൾ വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണം. അല്ലാതിരുന്നാൽ വർഗീയ കക്ഷികൾക്ക് അത് ഊർജം നൽകും. പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് അംഗീകരിക്കാനാവില്ല. പൗരത്വത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ ജയിലിൽ അടക്കാൻ നോക്കുന്നു. കേരളത്തിൽ പൗരത്വത്തിൻ്റെ പേരിൽ ഒരാളെ തടങ്കലാക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സമസ്ത എന്നും ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. സമസ്തയുടെ നിലപാടുകൾക്ക് വലിയ സാമൂഹ്യ പ്രസക്തി ഉണ്ട്. കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തുന്നതിൽ സമസ്തയ്ക്ക് വലിയ പങ്കുണ്ട്. മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഘട്ടമാണ് സമസ്തയുടെ 100 വർഷങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ട്രെയിൻ യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയുണ്ടാകുന്ന പുതിയ പരിഷ്കാരവുമായി ഇന്ത്യൻ റെയിൽവേ. ഇനി മുതൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ബോർഡിംഗ് സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരാൾക്ക് സ്വന്തമാകും. TT ഇനി നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷൻ വരെ കാത്തു നിൽക്കലെന്നതാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം. നിലവിലെ നയപ്രകാരം ഒരാൾ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയില്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ കൂടി കഴിയുന്നതുവരെ TT ആ സീറ്റ് മറ്റാർക്കും നൽകാറില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ TTയുടെ കയ്യിലുള്ള ടാബ്ലറ്റിൽ നിങ്ങൾ വരാതെ വിവരം ഉടനടി രേഖപ്പെടുത്തും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കോ അല്ലെങ്കിൽ RAC ടിക്കറ്റുകാർക്കോ കൈമാറുകയും ചെയ്യും. നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ ആ വിവരം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് SMS ആയി എത്തും. റെയിൽവേയുടെ ഡിജിറ്റൽ സംവിധാനം കൂടുതൽ കർക്കശമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. നെല്ല് സംഭരണത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് തുടരുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളം തള്ളിക്കളയുന്നു. കേന്ദ്രത്തിന്റെ കത്തിന് നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് സംസ്ഥാന മറുപടി നൽകി. വിഷയമാണ് കൃഷി. സംസ്ഥാനത്തിന് കർഷകരെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതുമായ ഉത്തരവാദിത്തമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മുകളിൽ കയറുന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാകില്ല. കേന്ദ്ര സർക്കാരിന് കോർപ്പറേറ്റുകളോട് പ്രണയവും കർഷകരോട് വിദ്വേഷവുമാണ്. കേന്ദ്രത്തിന്റെ
വാദഗതി കാർഷിക രാജ്യമായ ഇന്ത്യക്ക് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും കൃഷി വകുപ്പ് സംഭരിക്കുന്നത്. എന്നാൽ ഇത്രയും നെൽ സംഭരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് ആവശ്യപ്പെടുന്നത്. വ്യാപാരക്കാർ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാൻ കൃഷി വകുപ്പിന്റെ പ്രത്യേക സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കരാർ നാളികേര, ക്ഷീര, കർഷക, റബ്ബർ, കാർഷിക മേഖലകളെ സാരമായി ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിന് എതിരായ കള്ളപ്പണക്കേസിൽ ഇഡി അന്വേഷണം പത്തനംതിട്ട എംപി ആന്റോ ആന്റണിയിലേക്കും. ആന്റോ ആന്റണിക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു നൽകിയത് തട്ടിപ്പ് പണമാണെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 2019 പലതവണയായി ഇദ്ദേഹത്തിന് 2 കോടി രൂപ വായ്പ നൽകിയെന്നും കഴിഞ്ഞ ദിവസം NM രാജു വെളിപ്പെടുത്തിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആന്റോ ആന്റണിക്ക് ഇഡി ഉടൻ നോട്ടീസ് നൽകും. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജാവരുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം ഇഡി നെടുമ്പറയിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു. തന്ത്രി ഈ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചതായുള്ള വാർത്തയുടെ നിജസ്ഥിതിയും ഇഡി അന്വേഷണത്തിൽ ലക്ഷ്യമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നൽകിയ 2 കോടി രൂപ മടക്കി നൽകിയില്ലെന്നായിരുന്നു രാജുവിന്റെ ആരോപണം. പലതവണ ആവശ്യപ്പെട്ടതിനു ശേഷം 20 ലക്ഷം രൂപ മാത്രമാണ് മടക്കിയത്. രേഖയൊന്നുമില്ലാതെ വ്യക്തിബന്ധം വച്ച് പണം നൽകിയതാണെന്നും രാജു പറഞ്ഞു. ശബരിമല സ്വർണ്ണ മോഷണക്കേസിൽ അടൂർ പ്രകാശിന് പിന്നിലെ ആന്റോ ആന്റണി എംപിയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പം കേന്ദ്രീകരിച്ചാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യുന്നത്. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന ചിത്രങ്ങളിൽ ആന്റണിയുമായാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ചരട് കെട്ടുന്നതെന്നും ആന്റണിയുടെ സാന്നിധ്യത്തിലാണ്. കാലാവസ്ഥാ നിർണയം മുതൽ ബഹിരാകാശ വിനിമയം വരെ കുട്ടികൾ തൊട്ടറിഞ്ഞാൽ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ ക്യാമ്പ് സമാപിച്ചു. പ്രത്യേക പാത പിന്തുടരുന്ന റോബോട്ടുകൾ, ചെടികൾക്ക് സ്വയം വെള്ളമൊഴിക്കുന്ന സംവിധാനം, ചലനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, കാഴ്ച പരിമിതർക്ക് നടക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഉപകരണങ്ങൾ, വായു ഗുണനിലവാര പരിശോധന സംവിധാനങ്ങൾ, സ്മാർട്ട് വെതർ സ്റ്റേഷനുകൾ തുടങ്ങിയ സങ്കീർണമായ പ്രൊജക്ടുകൾ തയ്യാറാക്കൽ കുട്ടികൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് ലിറ്റിൽ കൈറ്റ്സ് ദ്വിദിന ജില്ലാ ക്യാമ്പ് സമാപിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സ്കൂളുകൾക്ക് നൽകിയ അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഉപയോഗിച്ചാണ് കുട്ടികൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇനി ഈ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ മുഴുവൻ കുട്ടികൾക്കും പഠിപ്പിക്കുന്ന എന്ന പ്രതിജ്ഞയെടുത്താണ് AKG സ്മാരക ഗവൺമെന്റ് ഹയർ സ്കൂളിൽ സമാപിച്ച ക്യാമ്പിൽ നിന്നും കുട്ടികൾ പിരിഞ്ഞുപോയത്. കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K സുരേന്ദ്രൻ അടുത്തില്ല, മാസ്റ്റർ ട്രെയിനർമാരായ ജലീൽ K, സിന്ധു A, ബിനു ജോൺ, അർജിത് കുമാർ CP, നജ്മുന്നിസ, AP ശ്രീനാഥ്, PA മുഹമ്മദ് നിസാമി, ദിനേശൻ V എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പൊതുവിദ്യാലയങ്ങളിലെ പഠന ചെലവ് ഉയർത്തുന്ന പ്രവണത തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുവിദ്യാലയങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യർക്ക് എളുപ്പം പ്രാപ്യമാവണം. അതിനാണ് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യൂണിഫോമും ഉച്ചഭക്ഷണവും പാഠപുസ്തകങ്ങളും സർക്കാർ നൽകുന്നത്. ബിരുദതലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയതുപോലെ 12ാം ക്ലാസ് വരെ ഇത് ഉയർത്തേണ്ടതാണ്. എന്നാൽ ചില എയ്ഡഡ് വിദ്യാലയങ്ങൾ വൻ തുക മുടക്കി പരസ്യങ്ങൾ നൽകിയും മുലദിനമിറക്കി ഡസൻ കണക്കിന് സ്കൂൾ വാഹനങ്ങൾ ഏർപ്പെടുത്തിയും രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്നും പോലും കുട്ടികളെ തങ്ങളുടെ വിദ്യാലയത്തിൽ എത്തിക്കുകയാണ്. അക്കാദമിക നിലവാരം ഉയർത്താനുള്ള പരിപാടിക്ക് പകരം രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ കുട്ടികളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ചില സ്കൂളുകൾ 3000 രൂപയിലധികം ചെലവുള്ള സ്യൂട്ടുകളാണ് യൂണിഫോമായി നൽകുന്നത്. മാനേജ്മെന്റിന് അമിത ലാഭം കൊയ്യുന്ന കച്ചവടമാണ് ഈ യൂറോപ്യൻ മാതൃകയിലുള്ള യൂണിഫോം. സർക്കാർ സൗജന്യമായി നൽകുന്ന യൂണിഫോം ധരിക്കാനുള്ള കുട്ടികളുടെ അവകാശമാണ് ഈ യൂണിഫോം കച്ചവടത്തിലൂടെ ലംഘിക്കപ്പെടുന്നത്. ഇത്തരം വിദ്യാലയങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂം, AI പഠനം തുടങ്ങിയവ പേരുകളിലും പണം പിരിക്കുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് ക്ലാസ് ഡിവിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുന്ന നിയമനക്കോഴയിലാണ് ഇവരുടെ നോട്ടം. ഇത്തരം പ്രവണതകളെ കുറിച്ച് അന്വേഷണം നടത്തി പഴുതടക്കുന്ന വകുപ്പുകളിൽ കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ന്യൂമോകോക്കൽ പ്രതിരോധ വാക്സിൻ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക. കേരള ധനമന്ത്രി അവതരിപ്പിച്ച 2026 ബജറ്റിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂമോണിയയായ
പ്രതിരോധിക്കുന്ന ന്യൂമോകോക്കൽ വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോവിഡിന് ശേഷം നെഞ്ചുരോഗങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ സ്വാഗതാർഹമാണ്. മുൻഗണനാതര വിഭാഗത്തിൽപ്പെട്ടവർ ന്യായവില കൊടുത്ത് സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കുത്തിവെക്കപ്പെട്ടാൽ സാധ്യമാകുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കേരള ആരോഗ്യ വകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഈ സമ്മേളനം അഭ്യർത്ഥിച്ചു. മുൻ പ്രസിഡന്റ് ബി രമേശ്, ജില്ലാ സെക്രട്ടറി ബിജു നിലമ്പലൂർ, ട്രഷറർ കെ ബാലകൃഷ്ണൻ എന്നിവർ ചർച്ചയ്ക്ക് മറുപടി നൽകി. ഡോക്ടർ മുബാറക് സാനി ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിച്ചു. OM ശങ്കരൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. PV ജയശ്രീ പ്രസിഡന്റും ബിജു നിലമ്പലൂർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി തെരഞ്ഞെടുത്തു. ശബരിമലയിൽ 2020 പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ശബരിമല സ്വർണ്ണക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. 2019 സ്വർണ്ണക്കൊള്ള നടന്നതിന് തൊട്ടടുത്ത വർഷം 2020 ശബരിമലയിൽ നടന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അയാളുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിനും ഒപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിൽ നടന്ന തിരുവാതിര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതും പോറ്റിക്കൊപ്പം വേദിയിലേത് പരിപാടി കാണുന്നതുമായ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല ന്യൂസ് അപ്ഡേറ്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ 2020 ജനുവരി 1 പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് വെഞ്ഞാറമൂട് ജീവകല കലാസാംസ്കാരിക മണ്ഡലത്തിലെ കുട്ടികൾ മണ്ഡല സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ അവതരിപ്പിച്ച തിരുവാതിര ചടങ്ങ് അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് ചിത്രങ്ങളോടൊപ്പം കുറിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തിനൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പവും ശബരിമല കേസിലെ കൂട്ടുപ്രതികൾക്കൊപ്പവും നിൽക്കുന്ന ഈ നേതാക്കളുടെ ചിത്രങ്ങൾ നേരത്തെയും പുറത്ത് വന്നിരുന്നു. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.